എങ്ങനെയായിരുന്നു ഓരോ സബ്ജക്റ്റിന്റെ അപ്രോച്ച്? ലൈക്ക് ഇപ്പൊ നമുക്കറിയാം ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണം, ബയോളജി കുറെ വായിക്കണം. അപ്പം ആര്യന്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു ഓരോ സബ്ജക്റ്റും? ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കോൺസെപ്റ്റ്സ് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇപ്പോൾ ചില ആളുകൾ പറയും ബയോളജി ഒക്കെ വെറുതെ വായിച്ചാൽ മതി, ബൈ ഹാർട്ട് ചെയ്താൽ മതി. പക്ഷേ ആ ഒരു അപ്രോച്ച് ഒരിക്കലും നമ്മളെ എൻട്രൻസ് എക്സാമിന് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ കോൺസെപ്റ്റ്സ് ഭയങ്കര ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതിന് മാക്സിമം നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് വരണം. NCERT ആര്യ മൂന്നിന്റെയും വായിച്ചിട്ടുണ്ടോ? ലൈക്ക് ഫിസിക്സ് അടക്കം വായിച്ചിട്ടുണ്ടോ? ഫിസിക്സ് ശരിക്കും NCERT വായിക്കുന്നത് എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. എസ്പെഷ്യലി 11th ഫിസിക്സ് ഒന്നും ഞാൻ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ല. പക്ഷെ 12th ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ വായിച്ചിട്ടുള്ളൂ. എനിക്കൊന്ന് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ചാപ്റ്റേഴ്സ്, അത് മാത്രം. അതും കാര്യമായിട്ട് ബയോളജി NCERT വായിക്കുന്ന പോലെ ഫിസിക്സ് അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഫിസിക്സ് എപ്പോഴും ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കും. പിന്നെ അത് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫിസിക്സിന് അങ്ങനെ NCERT വായിക്കുമ്പം അത് എനിക്ക് തോന്നുന്നു ടൈം വേസ്റ്റ് ആവുമെന്ന്. ഒരു റാങ്ക് 1 ആളാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ കെമിസ്ട്രിന്റെ കേസിലോ NCERT ഫുള്ള്? കെമിസ്ട്രി NCERT ഫുള്ള് നോക്കിയിട്ടുണ്ട്. എക്സസൈസ് ചെയ്തിട്ടുണ്ടോ ടെക്സ്റ്റിന്റെ ബാക്കിൽ? ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ കെമിസ്ട്രിയിലൊക്കെ എന്തായാലും അത് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിലും അതേപോലെ എനിക്ക് തോന്നുന്നു എല്ലാം ഒന്നും ചെയ്തിട്ടില്ല. സെലക്ടഡ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഒരു ചാപ്റ്ററിന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും? അത് ഇപ്പം കോച്ചിങ് തുടങ്ങുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഇപ്പം മോഡൽ എക്സാംസ് ഒക്കെ ആവുമല്ലോ, ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഡെയിലി ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യും. അങ്ങനെ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുമ്പോൾ തന്നെ അന്ന് നമുക്ക് 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം തന്നെ ഒരു 400 ക്വസ്റ്റ്യൻസ് ആവും. പിന്നെ ചിലപ്പം ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് ഒരു 100 ക്വസ്റ്റ്യൻസും കൂടി ചെയ്യും. എപ്പോഴും പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ, അല്ലെങ്കിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യായിരുന്നോ? ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുകയാണെങ്കിൽ അത് അവിടെ മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ ടൈം കിട്ടുമ്പോൾ അത് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ റിവൈസ് ചെയ്യുക ചെയ്തത്.